മധ്യ തിരുവിതാംകൂറിൽ പത്തനംതിട്ട ജില്ലയിൽ കോന്നി എലിയറയ്ക്കൽ ജംഗ്ഷനിൽ നിന്നും 8 കിലോമീറ്റർ കിഴക്കായി അച്ചൻകോവിൽ പുണ്യനദിയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന ചരിത്രപ്രസിദ്ധവും പുണ്യപുരാതനവുമായിട്ടുള്ള കാവാണ് ശ്രീ കല്ലേലി ഊരാളി അപ്പൂപ്പൻ കാവ്. 999 മലകൾക്കധിപനും പ്രപഞ്ചശക്തിയും നാനാജാതി ഭക്തജന സഹസ്രങ്ങൾക്ക് ഒന്നുപോലെ ആശ്രയമേകുന്ന ശ്രീ കല്ലേലി ഊരാളി അപ്പൂപ്പനാണ് ശ്രീ കല്ലേലി ഊരാളി അപ്പൂപ്പൻ കാവിൻ്റെ ശക്തി ചൈതന്യം എന്ന് പറയുന്നത്. ശ്രീ കല്ലേലി ഊരാളി അപ്പൂപ്പൻ കാവിന് യുഗങ്ങളുടെ പഴക്കമാണ് ഉള്ളത്. ശ്രീ കല്ലേലി ഊരാളി അപ്പൂപ്പൻ്റെ തിരുസന്നിധിയിൽ ഏറ്റവും പ്രാധാന്യമുള്ള വിശേഷാൽ വഴിപാട് എന്ന് പറയുന്നത് മലയ്ക്ക് പടേനിയാണ്. ശ്രീ കല്ലേലി ഊരാളി അപ്പൂപ്പൻ മലദൈവമായതുകൊണ്ട് മലയെ പ്രീതിപ്പെടുത്തുന്ന വഴിപാടാണ് മലയ്ക്ക് പടേനി. ആ മലയ്ക്ക് പടേനി ഭക്തജനങ്ങൾ സമർപ്പിക്കുമ്പോൾ ഭക്തജനങ്ങളുടെ ആഗ്രഹങ്ങൾ ശ്രീ കല്ലേലി ഊരാളി അപ്പൂപ്പൻ സഫലീകരിച്ച് തരുന്നു എന്നുള്ളൊരു വിശ്വാസമാണ് നിലനിൽക്കുന്നത്. അതുകൊണ്ട് നിരവധി ഭക്തജനങ്ങളാണ് ശ്രീ കല്ലേലി ഊരാളി അപ്പൂപ്പൻ്റെ തിരുസന്നിധിയിൽ 999 മലയെ സങ്കല്പിച്ചുകൊണ്ട് മലയ്ക്ക് പടേനി സമർപ്പിക്കുന്നതിന് വേണ്ടി കടന്നു വരുന്നത്. മലയ്ക്ക് പടേനി സമർപ്പിക്കുന്നത് അപ്പൂപ്പൻ്റെ പവിത്രമായിട്ടുള്ള തിരുക്കളരിയാണ്. തിരുക്കളരി എന്ന് പറയുമ്പോൾ മലകൾ കൂട്ടുകൊടുക്കുന്നതാണ് തിരുക്കളരി. ആ തിരുക്കളരിയിലാണ് ഭക്തജനങ്ങൾ വഴിപാടായി മലയ്ക്ക് പടേനി സമർപ്പിക്കുന്നത്. പ്രകൃതി വിഭവങ്ങളാണ് മലയ്ക്ക് പടേനിക്ക് സമർപ്പിക്കുന്നത്. അതായത് വിത്ത് എന്ന് പറയുമ്പോൾ നെല്ല് മഹാലക്ഷ്മിയാണ്. ആ വിത്ത് പ്രകൃതിയിൽ നിന്നും കിട്ടുന്നതാണ്. ആ പ്രകൃതിയിൽ നിന്നും കിട്ടുന്ന വിത്ത് സമർപ്പിച്ചുകൊണ്ട് അതുപോലെ തന്നെ കരിക്ക് അതും പ്രകൃതിയിൽ നിന്നും കിട്ടുന്നതാണ്. ആ കരിക്ക് സമർപ്പിച്ചുകൊണ്ട് അതോടൊപ്പം തന്നെ ഏറ്റവും പ്രാധാന്യമുള്ളത് വെറ്റിലയും അടയ്ക്കയും ചുണ്ണാമ്പും പുകയിലയും അടക്കമുള്ള അടുക്കാചാരങ്ങൾ സമർപ്പിച്ചുകൊണ്ട് കള്ളും കരിക്കും കലശവും സമർപ്പിച്ചുകൊണ്ട് അപ്പൂപ്പൻ്റെ തിരുവസ്ത്രമായിട്ടുള്ള കറുത്ത കൈലി, കറുത്ത തോർത്ത്, ചുട്ടിത്തോർത്ത്, അതുപോലെ അപ്പൂപ്പൻ്റെ ഏറ്റവും പ്രാധാന്യമുള്ള പട്ടുടയാടകൾ ഒരു വെള്ളിപ്പറമ്പിൽ അപ്പൂപ്പൻ്റെ പവിത്രമായ തിരുക്കളരിയിൽ സമർപ്പിച്ചുകൊണ്ട് വേണം മലയ്ക്ക് പടേനി സമർപ്പിക്കുന്നത്. മലയ്ക്ക് പടേനി സമർപ്പിക്കാൻ വരുന്ന ഭക്തജനങ്ങൾ അപ്പൂപ്പൻ്റെ തിരുവസ്ത്രം തന്നെ ധരിക്കണമെന്നാണ് ഇവിടുത്തെ പൂർവികന്മാർ നമുക്ക് കൽപ്പിച്ചിട്ടുള്ള ആചാരം. അതുകൊണ്ട് കറുത്ത കൈലിയും കറുത്ത തോർത്തും നമ്മൾ ഉപയോഗിച്ചുകൊണ്ടാണ് അപ്പൂപ്പൻ്റെ പവിത്രമായ തിരുക്കളരിയിൽ നമ്മൾ കയറിക്കൊണ്ട് മലയ്ക്ക് പടേനി സമർപ്പിക്കുന്നത്. നമ്മൾ ആദ്യം തന്നെ അവിടെ ദക്ഷിണ സമർപ്പിക്കും. ദക്ഷിണ എന്ന് പറയുമ്പോൾ നമ്മുടെ പൂർവികന്മാരെ നമുക്കറിയാം. നമ്മുടെ കുടുംബത്തിൽ കഴിഞ്ഞു പോയിട്ടുള്ള പൂർവികന്മാരെയും പിതൃക്കന്മാരെയും അതോടൊപ്പം തന്നെ നമ്മുടെ കുടുംബ പരദേവതകളൊക്കെ നമ്മൾ നമസ്കരിച്ചുകൊണ്ട് നമ്മൾ അവിടെ ദക്ഷിണ സമർപ്പിച്ച് ആണ് നമ്മൾ മലയ്ക്ക് പടേനിക്ക് നമ്മൾ ആരംഭം കുറിക്കുന്നത്. അതിനുശേഷം ഊരാളി ശേഷന്മാർ മലയ്ക്ക് പടേനി വിഭവങ്ങൾ വെള്ളിപ്പറമ്പിൽ അത് സമർപ്പിച്ചുകൊണ്ട് 999 മലയും മലവില്ലന്മാരെയും നമ്മുടെ കുടുംബത്തിലെ പൂർവികന്മാരെയും പിതൃക്കന്മാരെയും സർവ്വചരാചരങ്ങളെയും നമസ്കരിച്ചുകൊണ്ട് ശ്രീ കല്ലേലി ഊരാളി അപ്പൂപ്പൻ കാവിലെ ഊരാളി ശേഷന്മാർ മല വിളിച്ച് ഉണർത്തിക്കൊണ്ട് ഈ മലയ്ക്ക് പടേനി 999 മലകൾക്ക് സമർപ്പിക്കുകയാണ്. ഇത് സമർപ്പിച്ചതിന് ശേഷം ലാസ്റ്റിൽ ചെയ്യുന്നത് നമ്മൾ കരിക്ക് മലയ്ക്ക് അടിച്ച് സമർപ്പിക്കുകയാണ്. അത് അപ്പൂപ്പൻ്റെ പവിത്രമായ തിരുക്കളരിയിൽ ആ കല്ലിൽ നമ്മൾ ഈ കരിക്ക് സമർപ്പിക്കുമ്പോൾ നമ്മുടെ സർവ്വവിധമായ ദോഷങ്ങളും മാറി നമ്മുടെ ഉദ്ദിഷ്ട കാര്യങ്ങൾ ശ്രീ കല്ലേലി ഊരാളി അപ്പൂപ്പനും മലദൈവങ്ങളും സാധിച്ചു തരും എന്നുള്ളൊരു വിശ്വാസം നിലനിൽക്കുകയാണ്. നൂറ്റാണ്ടുകളായിട്ടുള്ള വിശ്വാസമാണ് ഈ ശ്രീ കല്ലേലി ഊരാളി അപ്പൂപ്പൻ്റെ തിരുസന്നിധിയിലുള്ള ഈ മലയ്ക്ക് പടേനി. ആ മലയ്ക്ക് പടേനി സമർപ്പിക്കുമ്പോൾ ഭക്തജനങ്ങളുടെ കുടുംബത്തിൽ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന സർവ്വദോഷങ്ങളും ദുരിതങ്ങളും കഷ്ടതകളും പ്രയാസങ്ങളും ദോഷദുരിതങ്ങൾ സർവ്വതും മാറി ഐശ്വര്യങ്ങൾ ഭക്തജനങ്ങൾക്ക് ശ്രീ കല്ലേലി ഊരാളി അപ്പൂപ്പനും മലദൈവങ്ങളും നൽകുന്നുള്ളൊരു വിശ്വാസമാണ് നിലനിൽക്കുന്നത്. ആ വിശ്വാസത്തിൽ അടിയുറച്ചുകൊണ്ടാണ് ഭക്തജനങ്ങൾ 3 ദിവസത്തെ വ്രതനിഷ്ഠയോട് വന്ന് അപ്പൂപ്പൻ്റെ തിരുസന്നിധിയിൽ മലയ്ക്ക് പടേനി സമർപ്പിക്കുന്നത്. ശ്രീ കല്ലേലി ഊരാളി അപ്പൂപ്പൻ്റെ തിരുസന്നിധിയിൽ കേരളത്തിനകത്തു നിന്നും പുറത്തു നിന്നും നിരവധി ഭക്തജനങ്ങൾ കടന്നു വരുന്നുണ്ട്. അതിനകത്തിൽ ഏറ്റവും പ്രാധാന്യമുള്ളതാണ് ഈ കാവിലേക്ക് വരാനുള്ള വഴി സൗകര്യം. അതായത് തെക്ക് നിന്ന് വരുന്ന ഭക്തജനങ്ങൾ നമ്മൾ തിരുവനന്തപുരം, കൊല്ലം ആ ഭാഗത്ത് നിന്ന് വരുന്ന ഭക്തജനങ്ങൾ നമ്മൾ വരേണ്ടത് കോന്നിക്ക് തൊട്ട് മുമ്പ് എലിയറയ്ക്കൽ ജംഗ്ഷനിൽ നിന്നുണ്ട്. ആ എലിയറയ്ക്കൽ ജംഗ്ഷൻ ഇറക്കുമ്പോൾ അവിടെ ബസ് വരും. കല്ലേലി ഊരാളി അപ്പൂപ്പൻ കാവിലേക്ക് ബസ് വരും. ആ ബസ്സിൽ കയറി കഴിഞ്ഞാൽ നമ്മൾ അപ്പൂപ്പൻ്റെ തിരുസന്നിധിയിൽ വരാം. സമയം രാവിലെ 6:30 മണി മുതൽ ബസ്സുണ്ട്. വൈകുന്നേരം വരെ ബസ്സുണ്ട്. 1 മണിക്കൂർ ഇടവിട്ട് ബസ് സൗകര്യമുണ്ട്. അപ്പോൾ അവിടെ നിന്ന് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഭക്തജനങ്ങൾക്ക് കല്ലേലി ഊരാളി അപ്പൂപ്പൻ കാവിലേക്ക് വരാനുള്ള ബസ് അത് പത്തനംതിട്ടയിൽ നിന്ന് വരുന്ന ബസ്സാണ്. പത്തനംതിട്ട കോന്നിയിൽ നിന്ന് വരുന്ന KSRT ബസ്സുണ്ട്, പ്രൈവറ്റ് ബസ്സുണ്ട്. അതുപോലെ പന്തളത്തു നിന്ന് വരുന്ന ബസ്സുണ്ട്. അപ്പോൾ പ്രൈവറ്റ് ബസ്സും KSRT ബസ്സും ഉണ്ട്. എലിയറയ്ക്കൽ നിന്നാൽ അവിടെ നമ്മൾ നിന്ന് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് ബസ് സൗകര്യമുണ്ട്. ഉടനെ വടക്ക് നിന്ന് വരുന്ന ഭക്തജനങ്ങൾ, അതായത് കണ്ണൂർ, പിന്നെ കാസർഗോഡ്, കോഴിക്കോട് വരുന്ന ഭക്തജനങ്ങൾ വരേണ്ടത് പത്തനംതിട്ടയിലാണ് വരേണ്ടത്. പത്തനംതിട്ടയിൽ നിന്ന് നമ്മൾ കോന്നിയിൽ നിന്ന് എലിയറയ്ക്ക് വന്ന് അവിടെ വരുമ്പോൾ അവിടെ നിന്ന് ബസ് സൗകര്യം നമ്മുടെ കാവിലേക്കുണ്ട്. അപ്പം കോന്നി എലിയറയ്ക്കൽ ജംഗ്ഷനിലാണ് ഈ ബസ് സൗകര്യം ഉള്ളത്. അവിടെ വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ശ്രീ കല്ലേലി ഊരാളി അപ്പൂപ്പൻ കാവിലേക്കുള്ള ബസ് സൗകര്യമുണ്ട്. അവിടെ നിന്ന് 8 കിലോമീറ്ററാണ്. അവിടെ തന്നെ ഭക്തജനങ്ങൾക്ക് ഓട്ടോ വിളിച്ച് വരാം. ഓട്ടോ സൗകര്യം അവിടെ ഉണ്ട്. ആരോട് പറഞ്ഞാലും കൃത്യമായി ശ്രീ കല്ലേലി ഊരാളി അപ്പൂപ്പൻ്റെ തിരുസന്നിധിയിൽ കൊണ്ടെത്തിക്കും. കഴിഞ്ഞാൽ കല്ലേലി ഊരാളി അപ്പൂപ്പനുമായിട്ടുള്ള വിശ്വാസം അതാണ്. ആരും വന്ന് വഴി ചോദിച്ചാലും ശ്രീ കല്ലേലി ഊരാളി അപ്പൂപ്പൻ കാവിലേക്കുള്ള വഴി അത് ഇവിടുത്തെ നാട്ടുകാർ, അതായത് കോന്നി അല്ലെ പത്തനംതിട്ട മേലെയുള്ള ഭക്തജനങ്ങളെല്ലാം ശ്രീ കല്ലേലി ഊരാളി അപ്പൂപ്പൻ്റെ വിശ്വാസികളാണ്. അതുകൊണ്ട് ആരും വഴി തെറ്റിക്കത്തില്ല. അവർ കൃത്യമായി തന്നെ അപ്പൂപ്പൻ്റെ തിരുസന്നിധിയിൽ കൊണ്ടെത്തിക്കും. അതോടൊപ്പം തന്നെ ഇവിടുത്തെ പൂജകളും ആചാരങ്ങളും ഒക്കെ എല്ലാവർക്കും അറിയാം.
അതും പറഞ്ഞു തരും. അപ്പം അപ്പൂപ്പനെ ആശ്രയിച്ച് വരുന്ന അല്ലെങ്കിൽ അപ്പൂപ്പൻ്റെ തിരുസന്നിധിയിൽ വരുന്ന ഒരു ഭക്തനും യാതൊരുമായ ബുദ്ധിമുട്ടും കൂടാതെ ശ്രീ കല്ലേലി ഊരാളി അപ്പൂപ്പൻ തന്നെ ആ ഭക്തനെ ഇവിടെ കൊണ്ടുവന്ന് ആ ഭക്തൻ്റെ സർവ്വവിധമായ ദോഷങ്ങൾ മാറി നമ്മുടെ ഭവനത്തിൽ തിരിച്ചു കൊണ്ടുവിടുമെന്നുള്ളൊരു വിശ്വാസമാണ് നിലനിൽക്കുന്നത്. ആ ഒരു സംരക്ഷണം കല്ലേലി അപ്പൂപ്പൻ്റെ തിരുസന്നിധിയിലേക്ക് കടന്നു വരുമ്പോൾ നമ്മൾ ഭവനത്തിൽ നിന്ന് ഇറങ്ങുന്നത് മുതൽ തിരിച്ച് നമ്മുടെ ഭവനത്തിൽ കൊണ്ടെത്തിക്കുന്നവരെ ശ്രീ കല്ലേലി ഊരാളി അപ്പൂപ്പൻ്റെ നിറഞ്ഞ അനുഗ്രഹം ഭക്തജനങ്ങൾക്ക് ഉണ്ടാകുമെന്നുള്ള വിശ്വാസമാണ് നിലനിൽക്കുന്നത്. ആ വിശ്വാസത്തിൽ അടിയുറച്ച് ഭക്തജനങ്ങൾ വന്നാൽ തീർച്ചയായിട്ടും ശ്രീ കല്ലേലി ഊരാളി അപ്പൂപ്പൻ്റെ അനുഗ്രഹം വാങ്ങി നമുക്ക് ഭവനത്തിലേക്ക് മടങ്ങാം. അതോടൊപ്പം തന്നെ പ്രധാന ദിവസങ്ങൾ ഏതൊരു കാവുകൾക്ക് ഒരു പ്രധാന ദിവസം അത് വെള്ളിയാഴ്ചയാണ്. പ്രധാന ദിവസം മലദൈവം ആയതുകൊണ്ട് ഏറ്റവും പ്രാധാന്യമുള്ള ദിവസം ചൊവ്വ, വെള്ളി, ശനി, ഞായറാണ്. അപ്പോൾ ചൊവ്വയും വെള്ളിയും ശനിയും ഞായറും മലദൈവങ്ങൾക്ക് ഏറ്റവും പ്രാധാന്യമുള്ള ദിവസങ്ങളാണ്. ആ ദിവസങ്ങളാണ് ഏറ്റവും കൂടുതൽ തിരക്കുള്ളത്. രാവിലെ മുതൽ തന്നെ അത് രാവിലെ 5:30 മണി മുതൽ ഊരാളിപ്പൂവിൻ്റെ തിരുസന്നിധിയിൽ ഭക്തജനങ്ങൾക്ക് ദർശനമുണ്ട്. വൈകിട്ട് 7 മണി വരെ 24 മണിക്കൂറും ഭക്തജനങ്ങൾക്ക് ദർശനമുണ്ട്. പക്ഷേ രാവിലെ 5:30 മണി മുതൽ വൈകുന്നേരം 7 മണി വരെ ഭക്തജനങ്ങൾക്ക് തിരുസന്നിധി വരുവാനും എല്ലാ വഴിപാടുകളും സമർപ്പിക്കാനുള്ള കാര്യങ്ങൾ ശ്രീ കല്ലേലി ഊരാളിപ്പൂവിൻ്റെ തിരുസന്നിധിയിലുള്ള സജ്ജീകരണങ്ങൾ ചെയ്തിട്ടുണ്ട്. ഞാനിവിടെ വന്നപ്പോൾ പൊങ്കാല എന്നുണ്ടോ അതോ എങ്ങനെ ഭക്തജനങ്ങൾ സ്വയമായിട്ട് അർപ്പിക്കുന്നതാണ് അതിൻ്റെ ഒരു നിങ്ങൾ അതെങ്ങനെയാണ്? പൊങ്കാല എന്ന് പറയുമ്പോൾ നമുക്കറിയാം, നമ്മുടെ ആദിമ ജനത പ്രകൃതിയെ ആചരിച്ചുകൊണ്ട് അല്ലെങ്കിൽ കൃഷിയെ ആശ്രയിച്ച് ജീവിച്ച ജനതയാണ് ആദിമ ജനത. അപ്പോൾ ആദിമ ജനത നമ്മുടെ കാർഷിക വിഭവങ്ങൾ നമ്മുടെ പ്രകൃതിക്ക്, അത് പ്രകൃതിയുടെ അനുഗ്രഹം ഉണ്ടാകുന്നതിന് വേണ്ടി നമ്മുടെ നൂറുമേനി വിളവ് ലഭിക്കുന്നതിന് വേണ്ടിയാണ് ആദിമ ജനതയാണ് ഈ പൊങ്കാല സമർപ്പിച്ചത്. പക്ഷേ ഇന്ന് പൊങ്കാല ശ്രീ കല്ലേലി ഊരാളി അപ്പൂപ്പൻ പ്രകൃതി ശക്തിയായതുകൊണ്ട് ശ്രീ കല്ലേലി ഊരാളി അപ്പൂപ്പൻ എല്ലാ ദിവസവും ഭക്തജനങ്ങൾക്ക് പൊങ്കാല സമർപ്പിക്കാനുള്ള കാര്യങ്ങൾ കാവ് ഭരണസമിതി ചെയ്തിട്ടുണ്ട്. പൊങ്കാലയ്ക്കുള്ള എല്ലാ വിഭവങ്ങളും കാവിൽ നിന്ന് ഭക്തജനങ്ങൾക്ക് ലഭിക്കും. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഒരു ദിവസം വ്രതനിഷ്ഠയോട് വന്ന് നമ്മൾ അപ്പൂപ്പൻ്റെ തിരുസന്നിധിയിൽ രാവിലെ 6 മണി മുതൽ വൈകിട്ട് 5 മണി വരെ ഭക്തജനങ്ങൾക്ക് പൊങ്കാല സമർപ്പിക്കാം. പൊങ്കാല സമർപ്പിക്കുന്നത് സൂര്യദേവനെ നമസ്കരിച്ചുകൊണ്ടാണ്. സൂര്യഭഗവാനാണ് ഈ പ്രകൃതിയെ സംരക്ഷിക്കുന്നത്. അതുകൊണ്ട് സൂര്യഭഗവാനെ നമസ്കരിച്ചുകൊണ്ട് നമ്മൾ പൊങ്കാല സമർപ്പിച്ചാൽ നമ്മുടെ സർവ്വവിധമായ ദോഷങ്ങളും ശ്രീ കല്ലേലി ഊരാളി അപ്പൂപ്പനും മലദൈവങ്ങളും സൂര്യഭഗവാനും മാറ്റിത്തരുമെന്നുള്ള വിശ്വാസമാണ്. പൊങ്കാല എന്ന് പറയുന്ന അർത്ഥം അത് തമിഴിൽ നിന്നും ഉത്ഭവിച്ചതാണ്. പൊങ്കാല എന്ന് പറഞ്ഞാൽ ഉയർന്നു വരിക എന്നുള്ളതാണ്. അപ്പോൾ അത് നമ്മൾ പൊങ്കാല നിവേദിക്കുമ്പോൾ ആ പൊങ്കാല നിവേദ്യം ഉയർന്ന് ആണ് നമ്മൾ കിഴക്കോട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമുക്ക് നമ്മുടെ ആഗ്രഹം ഉടൻ തന്നെ സബലീകരിക്കുമെന്നാണ് വിശ്വാസം. അപ്പോൾ സൂര്യനും ഉദിച്ച് മുകളിലോട്ടാണ് കിളന്നു വരുന്നത്. അതുകൊണ്ട് നമ്മൾ അവിടെ വന്ന് ഈ അപ്പൂപ്പൻ്റെ തിരുസന്നിധിയിൽ വന്ന് ഈ നിത്യപൊങ്കാല സമർപ്പിക്കുമ്പോൾ ആ പൊങ്കാല തിളച്ച് കിഴക്കോട്ട് മറിയുമ്പോൾ അത് ആദിത്യദേവൻ സൂര്യഭഗവാൻ അത് കൈപ്പറ്റിയെന്ന് നമ്മുടെ ആഗ്രഹങ്ങൾ ഉടൻ തന്നെ സബലീകരിക്കുമെന്നാണ് വിശ്വാസം. അതുകൊണ്ട് നിരവധി ഭക്തജനങ്ങളാണ് നിത്യവും ശ്രീ കല്ലേലി ഊരാളി അപ്പൂപ്പൻ്റെ തിരുസന്നിധിയിൽ നിത്യപൊങ്കാല സമർപ്പിക്കാൻ വേണ്ടി കടന്നു വരുന്നത്. പിന്നെ ഏറ്റവും പ്രാധാന്യമുള്ള വർഷത്തിൽ ഒരിക്കൽ നടക്കുന്ന പൊങ്കാല എന്ന് പറയുമ്പോൾ കല്ലേലി ആദിത്യ പൊങ്കാലയാണ്. അത് അപ്പൂപ്പൻ്റെ ജന്മദിനമായിട്ടുള്ള 10ാമത്തെ തിരുനാളിലാണ് നടത്തപ്പെടുന്നത്. അത് ആയിരക്കണക്കിന് ഭക്തജനങ്ങളാണ് വന്ന് ആദിത്യ പൊങ്കാല സമർപ്പിക്കുന്നത്. കല്ലേലി പൊങ്കാല ആദിത്യ പൊങ്കാല വളരെ മഹത്തരമാണ്. ഒരു വർഷത്തെ ഫലമാണ് നമുക്ക് അതിൽ നിന്നും ലഭിക്കുന്നത്. എല്ലാ വിഭവങ്ങളും ശ്രീ കല്ലേലി ഊരാളി അപ്പൂപ്പൻ്റെ തിരുസന്നിധിയിൽ നിന്ന് ലഭിക്കും. ഭക്തജനങ്ങൾ വ്രതനിഷ്ഠയോട് വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും കല്ലേലി അപ്പൂപ്പൻ്റെ തിരുസന്നിധിയിൽ 10ാമത്തെ തിരുനാളിൽ കല്ലേലി ആദിത്യ പൊങ്കാല വഴിപാടായിട്ട് സമർപ്പിക്കുക.